ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. ഒന്നുമില്ല, ചെറിയൊരു ഫങ്ഷൻ. എൻ്റെ അനിയൻ്റെ കല്യാണമായിരുന്നു കേട്ടോ, ജനുവരി 12 അപ്പം ഇത് നമ്മുടെ വെള്ളിയാഴ്ച രാവിലെ നിക്കാഹാണ്, പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹ്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഒരു തന്ത്രപ്പാടാണല്ലോ, എല്ലാം സെറ്റാക്കണം എന്നുള്ള. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, പുട്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കൾസൊക്കെ സെറ്റായി, ഏകദേശം നമ്മൾ ഒപ്പിച്ച് ഒരേ ടീഷർട്ടൊക്കെ എടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ റെഡിയായി. പള്ളിക്കൽ നമ്മൾ ചായ മാത്രം കൊണ്ടുപോയാൽ മതി, ബാക്കി ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അവിടെ എത്തിക്കോളും. ഇനി പുതിയാപ്പിള മാറ്റി ഇറങ്ങുന്ന ടൈമാണ്. അപ്പം ആൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ട്. ഇതെൻ്റെ മാമനാണ് കേട്ടോ, ഉമ്മാൻ്റെ അനിയനാണ്. ആളാണ് നമ്മുടെ നിക്കാഹിനൊക്കെ ദുആ ചെയ്തതൊക്കെ. പിന്നെ ഇത് മുത്താപ്പാൻ്റെ മോനാണ് കേട്ടോ, വാച്ച് കെട്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിയിലോട്ട് പോവുകയാണ്. ബാക്കിലുള്ളതൊക്കെ അവൻ്റെ ഫ്രണ്ട്സുകളാണ് കേട്ടോ. ഫ്രണ്ട്സുകൾ ഒരു രക്ഷയില്ല, എല്ലാവരും നല്ല കോർഡിനേഷൻ പവറുള്ളവരാണ്. കാരണം ഒന്നിനൊന്നും മെച്ചെന്ന് പറയില്ല നമുക്ക് എല്ലാ കാര്യത്തിലും. ഇപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാം, വെള്ളിയാഴ്ച നിക്കാഹ്, ശനിയാഴ്ച കല്യാണ തലേന്ന്, ഞായറാഴ്ച കല്യാണം, അതൊക്കെ അവരെല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയാക്കി. മാഷാ അല്ലാഹ്, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരും. ഇപ്പം മുത്തപ്പൻ്റെ മോൻ ഷാഫിയാക്കാൻ്റെ ഫ്രണ്ട്സ് ആയാലും, എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് ആയാലും, നമ്മളെ ഫാമിലിയിലുള്ളവരായാലും എല്ലാവരും, ഓരോരുത്തരെയും ഞാൻ എടുത്ത് പറയുന്നില്ല. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇവർ രാവിലെ പള്ളിയിൽ പോവാണ് കേട്ടോ. പള്ളി ഇവിടുന്ന് 10 മിനിറ്റ് പോയാൽ മതി, അവിടെ തന്നെയാണ് നമ്മുടെ പള്ളി ഉള്ളത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവളുടെ വീട്ടിൽ ഉള്ളവർ, അതായത് ഉപ്പയും ബാക്കിയുള്ള കാരണവന്മാരുണ്ടല്ലോ, അവരെല്ലാവരും അങ്ങോട്ട് എത്തും. 9 മണിക്കാണ് നിൽക്കുക. ഏകദേശം ഒരു 8:30 8:45 ആയപ്പം ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി. അവൻ്റെ വണ്ടിയിലാണ് അവന് പോയത്. പിന്നെ കൂടെ ഫ്രണ്ട്സുകളും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നിക്കാഹ് കഴിഞ്ഞ ശേഷം നമ്മളെ വീട്ടിൽ നിന്ന് അവളെ വീട്ടിൽ മഹർ കെട്ടി കൊടുക്കാൻ പോയി. ഫോട്ടോസാണ് ഇട്ടതൊക്കെ, ഒരു 2-3 ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അവൾ നമ്മളെ വീട്ടിൽ വന്ന് കേക്ക് കട്ട് ചെയ്തതാണ് കേട്ടോ. അന്ന് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നവളെ, കാരണം അവർക്ക് സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവർ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ കല്യാണ തലേ ദിവസം രാത്രിക്കത്തെ കുറേ എൻ്റെ കയ്യിൽ നിന്ന് വീഡിയോസ് മിസ്സായിട്ടാണ്. ഇതെൻ്റെ താത്താൻ്റെ മക്കളാണ് 2 പിന്നെ പാട്ടും ഡാൻസും എല്ലാവരും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് തന്നെ പറയാം. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് പേര്, കാരണം നമുക്കിങ്ങനെയൊക്കെ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ഒരുമിച്ച് കൂടുക. വീട്ടിൽ വെച്ചായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ അടിച്ചു പൊളിച്ചു. കാരണം നമ്മളെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുക. ഇത് ഉമ്മാൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് കേട്ടോ. ഇത് മാമനാണ്. മാമൻ ചെറുതായിട്ടൊന്നും പാട്ടൊക്കെ പാടുന്ന ആളാണ്. അപ്പം ആളൊന്ന് പാടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാട്ട്. ഞാനത് ഇതിൽ മ്യൂട്ട് ആക്കിയതാണ്, ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ ഇൻഷാ അല്ലാഹ്